നമ്മയൊക്കെ സൃഷ്ടിച്ച് അനർഘമായ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാം നൽകിയ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നത് ഈ വാക്യം തന്നെയാണ്. ഒരു കാര്യം ഞാൻ ആമുഖമായി നിങ്ങളെ ഉണർത്തുന്നു. ഈ ലോകത്തൊരു മനുഷ്യൻ അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അതുച്ചരിക്കുവാനും മനസ്സിന്റെ ഉള്ളിൽ ആ വാക്യം സൂക്ഷിക്കുവാനും തൗഫീഖ് നൽകുക എന്നതാണ്. ആ ഭാഗ്യവാന്മാരാണ് നാം എല്ലാവരുമെന്ന് എപ്പോഴും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമായി സൂചിപ്പിച്ചതും അതാണ്. ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان. അല്ലാഹു തആല ഈമാനിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കി തന്നു. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളുടെയും പ്രിയങ്ങളുടെയും ആഭിമുഖ്യങ്ങളുടെയും താല്പര്യങ്ങളുടെയും ഒക്കെ ഇടയിൽ ഒന്നാമതായി നാം സന്തോഷത്തോടുകൂടെ കാണുന്നത് ഈ ഈമാൻ എന്നുള്ളതാണെങ്കിൽ അതാണ് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ അലങ്കാരമായിട്ട് അല്ലാഹു തആല ഈമാനിനെ നിശ്ചയിച്ചു തന്നു. തൗഹീദ് കി അമാനത്ത്, तौहीद की अमानत सीनों में है हमारे, आसान नहीं मिटाना नामो निशान हमारा. അല്ലാമാ ഇഖ്ബാൽ ലോകത്ത് അല്ലാഹുവിനെ വിശ്വസിക്കുന്ന ആളുകൾ വരുത്തിയ മാറ്റങ്ങളെ അവതരിപ്പിക്കുന്ന കാവ്യശകലങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരം, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ശക്തി തൗഹീദ് കി അമാനത്ത്, ഞങ്ങളൊക്കെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആസാൻ നഹി മിട്ടാനാ നാമോ നിശാൻ ഹമാര. ഈ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സാന്തരാളങ്ങൾക്കുള്ളിൽ നിന്ന് ഈ വിശ്വാസത്തിന്റെ തെളിമയെ, അതിന്റെ പ്രകാശത്തെ, അതിന്റെ ഉന്നതമായ അറിവിനെ, അതിന്റെ പ്രകാശരശ്മികളെ മായ്ച്ചു കളയാൻ ഒരാൾക്കും കഴിയില്ല എന്നും ആ വാക്യത്തിലൂടെ ഇഖ്ബാൽ ബോധ്യപ്പെടുത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു വാക്യത്തെ സംബന്ധിച്ച് നാം വിശകലനം ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓർക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ പറയാനും ചിന്തിക്കുവാനും എത്രമേൽ അവകാശം നമുക്കുണ്ട് എന്നതാണ്. നമ്മളിത് പറയുന്നവരാണ് ശരി, നമ്മളിത് അംഗീകരിക്കുന്നവരും ഇതിനനുസരിച്ച് ജീവിക്കുന്നവരുമാണ് ശരി. പക്ഷേ ഇതു സംബന്ധമായി മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും അത് ജനങ്ങളുടെ, മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏറ്റവും ശക്തമായി പ്രോജ്വലിപ്പിക്കുവാനും എത്രമേൽ അവകാശം നമുക്കുണ്ട് എന്ന് നാം ചിന്തിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. എന്തുകൊണ്ട്? ഇത് പറഞ്ഞത് ഈ പ്രപഞ്ചം മുഴുവനുമാണ്. ഇത് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യൻ മുതലാണ്. അവിടം മുതൽ ജനപദങ്ങളിലൂടെ, കാലാന്തരങ്ങളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ അത്ഭുതവാക്യം നമ്മിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. നേരിൽ കണ്ട് അല്ലാഹുവിനെ അറിഞ്ഞ് അവനെ അനുഭവിച്ച് അങ്ങനെയാണ് മഹാന്മാരായ പ്രവാചകന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ സത്യസാക്ഷ്യത്തെ അംഗീകരിക്കുകയുണ്ടായത്. നോക്കൂ നിങ്ങൾ, ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചതാ അല്ലാഹുവിനെ ആയിരുന്നു. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തുള്ള കോടാന കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ ഈ സത്യസാക്ഷ്യത്തെ നമ്മൾ അംഗീകരിക്കുമ്പോ ഒരപകർഷതാബോധവും നമുക്ക് വേണ്ട, ഒരു താഴ്മയും നമുക്ക് വേണ്ട. ഞാൻ എന്താണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന ഒരാശങ്കയും നമുക്ക് വേണ്ട.
നമ്മുടെ ഈ വിശ്വാസം കാലങ്ങൾക്കപ്പുറത്ത് ആദ്യത്തെ മനുഷ്യനായ ബഹുമാനപ്പെട്ട അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ പ്രോജ്വലമായ അവസ്ഥയോടുകൂടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടയാളായിരുന്നു. അദ്ദേഹമാണല്ലോ അള്ളാഹുവിനെ വിളിക്കേണ്ടി വന്നത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിനെ അറിയാമായിരുന്നു. തന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, തനിക്ക് സ്വർഗം നൽകിയത് അള്ളാഹുവാണ്, തനിക്ക് ഭാര്യയെ നൽകിയത് അള്ളാഹുവാണ്. ഒടുവിൽ തനിക്ക് ഈ തെറ്റ് ചെയ്യേണ്ടി വന്നത് അള്ളാഹുവിനോടാണ്. അതുകൊണ്ട് അള്ളാഹുവേ, പിൽക്കാലത്ത് അള്ളാഹുവിനെതിരായി ചിന്തിക്കുന്ന, അള്ളാഹു തമ്പുരാനെ വിസ്മരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയെ ധിക്കരിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും വലിയ മാതൃകയായി അഭയം പ്രാപിക്കേണ്ടവനും തെറ്റുകൾ ഏറ്റുപറയേണ്ടവനും അള്ളാഹുവാണെന്ന് ആദ്യത്തെ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തി കൊണ്ട് വിളിച്ചു പറയുന്നത് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ അതിക്രമം ചെയ്തു പോയി, നീ ഞങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ചെയ്തു പോയി. റബ്ബേ, നീ തന്നെയാണ് ആ തെറ്റ് ഞങ്ങൾക്ക് ഏറ്റുപറയാനുള്ളവൻ. ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാരും ഞാൻ വിശദീകരിക്കുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ നോക്കൂ നിങ്ങൾ, അവരുടെ മനസ്സിൽ നിന്നവർ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു, വലിയ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ കീഴടക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് ലോകം മുഴുവൻ അവരുടെ മുമ്പിലേക്ക് വരുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയങ്കരായ ഇഷ്ടദാസന്മാരായിട്ട് മാറാൻ അവർക്ക് കഴിയുമായിരുന്നു. എന്തുകൊണ്ട്? അവർ നബിമാരാണ്. അവരല്ലാഹുവിനെ നേരിൽ കണ്ട്, നേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം ബോധ്യപ്പെട്ടവരാണ്. ഉദാഹരണമായി നോക്കൂ നിങ്ങൾ, ഈജിപ്തിലേക്ക് ശുഐബ് നബിയുടെ നാടായ മദിയനിൽ നിന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്ന വിശാലമായ സംഭവം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. വഹൽ അതാക ഹദീസു മൂസാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവം നിങ്ങൾ അറിഞ്ഞില്ലേ? അദ്ദേഹം മദിയനിൽ നിന്ന് തന്റെ ഭാര്യയായ സഫൂറ ബീവിയോടുകൂടെ, തന്റെ കൂടെ ഉണ്ടായിരുന്ന ചില ഖാദിമീങ്ങളോടുകൂടെ, ചില മൃഗങ്ങളോടുകൂടെ അദ്ദേഹം ഇങ്ങനെ വരികയാണ് ഈജിപ്തിലേക്ക്. അവിടെയാണ് തന്റെ മാതാപിതാക്കളുള്ളത്, അവിടെയാണ് തന്റെ നാടുള്ളത്, അവിടെയാണ് അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന ഇസ്രായേൽ സന്തതികളുള്ളത്. ഇവരിലേക്ക് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം കടന്നു വരുമ്പോ രാത്രിയാണ്, ഇരുട്ടാണ്. അദ്ദേഹത്തിന് വഴിതെറ്റിപ്പോയി, അദ്ദേഹത്തിന്റെ വിളക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയില്ല. അന്ന് അദ്ദേഹം നബിയായിട്ടില്ലല്ലോ. അല്ലാഹു തആല ആ സംഭവം പറയുന്നത് ഇങ്ങനെയാണ്: ദൂരെ അതാ മൂസാ നബി അലൈഹിസ്സലാം ഒരു തീ കാണുന്നു, ഒരു വെളിച്ചം. ഫഖാല ലി അഹ്ലി, തന്റെ കൂടെയുള്ള കുടുംബാംഗങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാനതാ അവിടെ ഒരു തീ കാണുന്നുണ്ട്. ലഅല്ലി ആതീകും മിൻഹാ ബിഖബസ്, ഞാൻ അവിടെ പോയി ആ തീയുടെ അടുക്കൽ നിന്ന് ഒരു തീയുമായി വരാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. ഔ അജിദു അലന്നാരി ഹുദാ, അതല്ലെങ്കിൽ വഴിയറിയാവുന്ന ഒരു വഴികാട്ടിയെ അവിടെ എനിക്ക് കാണാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ. നൂഹിന്, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ് ഇത്. അദ്ദേഹം ചൊല്ലുന്നു. അദ്ദേഹം ഇങ്ങനെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഫലം
ആ തീയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലുമ്പോ നൂദിയ യാ മൂസാ, അവിടെ വെച്ച് വിളിക്കപ്പെടുകയാണ്. അല്ലയോ മൂസ. ആരാണ് വിളിക്കുന്നതെന്നറിയില്ല, എവിടെ നിന്നാണ് ആ വിളി വരുന്നതെന്നറിയില്ല. അത്ഭുത പരതന്ത്രനായി ആ വിളിയുടെ ഉടമയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം കാതോർക്കുമ്പോ ഇന്നി അന റബ്ബുക, ഈ വിളിക്കുന്നയാൾ നിന്റെ രക്ഷിതാവാണ് മൂസാ. ഫഖ്ലഅന അലൈക്, നിന്റെ കാലിൽ നിന്ന് ആ ചെരിപ്പുകൾ അഴിച്ചു മാറ്റൂ. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, നീ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ് മൂസാ. പിന്നെ എങ്ങനെ മൂസാ നബിയുടെ മനസ്സിന് ശക്തിയില്ലാതിരിക്കും? പിന്നെ എങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിന് ഊർജ്ജസ്വലതയില്ലാതിരിക്കും? കാരണം അല്ലാഹു വിളിച്ചു പറയുകയാണ്, അല്ലാഹു മൂസാ നബിയോട് സംസാരിക്കുകയാണ്. ഇന്നനീ അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ് മൂസ. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ഇലാഹില്ല മൂസ. ഫഅബ്ദുനീ, എന്നെ നീ ആരാധിക്കണം. ഈ മൂസാ നബി അലൈഹിസ്സലാമിനാണ് അല്ലാഹു തആല വലിയ കാവൽ നൽകിയത്, വലിയ ശക്തി നൽകിയത്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ടവർ കാലങ്ങൾക്ക് ശേഷം ഫിർഔനിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്രായേൽ സന്തതികളുമായി യാത്ര ചെയ്യുമ്പോ മുന്നിലതാ ചെങ്കടൽ കാണുകയാണ്. കൂടെയുള്ള ഇസ്രായേൽ സന്തതികൾ ബഹുമാനപ്പെട്ട മൂസാ നബിയോട് പറഞ്ഞു, നമ്മളാകെ പെട്ടുപോയല്ലോ, നമ്മുടെ പിന്നാലെ അതാ ഫിർഔനും ശിങ്കടികളും വരുന്നു, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് നൽകിയ വിശ്വാസം എന്ന് പറയുന്നത്, അവർക്ക് നൽകിയ ശക്തി എന്നത് നിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണത്. മുമ്പിൽ വലിയ മഹാസമുദ്രം, പിന്നിലാണെങ്കിലോ ശത്രുക്കളുടെ വലിയ പ്രളയം. മൂസാ നബി അലൈഹിസ്സലാമിന് പ്രശ്നമില്ല, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് നേർമാർഗം കാണിച്ചു തരും. കടലിൽ അടിക്കുന്നു, ചെങ്കടൽ പിളരുന്നു, മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടരും രക്ഷപ്പെടുന്നു. അത് പറയാനും ആ ശക്തിയെ ചിന്തിക്കുവാനും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് നൽകിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ ഒരു വികാരമായി, ഒരു രാഗമായി, ഒരു താളമായി, ഒരു മുഴക്കമായി ഈ അത്ഭുത വാക്യം ആ പ്രവാചകന്മാർ കൊണ്ടുവരികയായിരുന്നു. വലിയ പ്രയാസങ്ങൾ സഹിച്ച്, വലിയ കഷ്ടപ്പാടുകൾ സഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ കാത്തു സൂക്ഷിക്കുകയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും കൂടിയാണ്. അത് നിലനിർത്താൻ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മഹാന്മാരായ ദരിദ്രരിൽ ദരിദ്രരായ സ്വഹാബികൾ ചെന്നുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, നമുക്കെതിരായി പ്രവർത്തിക്കുന്ന ശത്രുക്കൾക്കെതിരെ എന്താണ് നബിയെ അങ്ങ് ദുആ ചെയ്യാത്തത്? നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലല്ലോ, നമ്മെ അവർ ആക്രമിക്കുകയാണല്ലോ, നമ്മെ അവർ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ, എന്താണ് നബിയെ നിങ്ങൾ അവർക്കെതിരായി പ്രാർത്ഥിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായി അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. സ്വഹാബികളെ, നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു പ്രവാചകനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ആ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. ഭൂമിയിൽ വലിയ കുഴിയുണ്ടാക്കി ആ കുഴിയിലേക്ക് ആ നബിയെ ഇറക്കി നിർത്തി. ചിന്തിച്ചു നോക്കണം നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലാണ്, ഒരു നബിയാണ്. എന്നിട്ടോ വലിയ ഒരു വാള് കൊണ്ടുവരുന്നു. ആ വാള് കൊണ്ട് ഈ പ്രവാചകന്റെ മൂർധാവിൽ നിന്ന് താഴ്ഭാഗം വരെ അങ്ങ് മുറിക്കുമ്പോഴും അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി
ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, എൻ്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണമേ, അവരറിവില്ലാതെ ചെയ്യുന്നവരാണെന്ന് ആ നബി പറഞ്ഞത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ് എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ കഷ്ടപ്പാടാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാൻ അവരൊക്കെ ചെയ്തത്. വലിയ കഷ്ടപ്പാട്. ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ സൂറത്ത് യാസീനിലെ കഥാപാത്രമാണ്. നിലത്തിട്ടവർ ചവിട്ടി അദ്ദേഹത്തിന്റെ ഗുഹ്യസ്ഥാനങ്ങളിലൂടെ വയറിന്റെ അകത്തുള്ള കുടൽമാല വരെ പുറത്തു ചാടി ക്രൂരമായി അദ്ദേഹത്തെ ചവിട്ടി അവരങ്ങ് കൊല്ലുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം മരണം കാണുമ്പോ, അള്ളാഹുവേ യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ആ സമുദായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുആ ചെയ്യുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വലിയ കഷ്ടപ്പാടും വലിയ പ്രതിസന്ധികളും അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. റമളാനിൽ നിരന്തരമായി നമ്മളത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സദാസമയവും നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ വചനമുണ്ടല്ലോ, ഇത് നമ്മുടെ മനസ്സിന്റെ വെളിച്ചമാകണം, നമ്മുടെ വഴികാട്ടിയാവണം, നമ്മുടെ അഭിമാനമാകണം, നമ്മുടെ കണ്ണിന്റെ കുളിർമയാകണം, നമ്മുടെ കാതുകളുടെ ഇമ്പമാകണം, നമ്മുടെ നാവുകളുടെ ഏറ്റവും വലിയ മധുരമാകണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ വിജയം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ എല്ലാവരും ആവേശത്തോടെ തന്നെ പറയണം, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വലിയ സ്വഹാബിയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞോളൂ, സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അസ്ഹാബു അഹ്ലി സുഫയിൽ പെട്ടയാളാണ്. മദീനയിലെ പള്ളിയിൽ ഇന്നും നമ്മൾ ചെന്നാൽ ചുവന്ന വിശാലമായ കാർപ്പറ്റ് വിരിച്ച ഭാഗം കാണാം. അത് കഴിഞ്ഞിട്ട് വെള്ള കാർപ്പറ്റ് വിരിച്ചതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു തിണ്ണ ഇന്നും നമുക്ക് കാണുവാൻ കഴിയും. നിൽക്കുന്ന വിശാലമായ ഒരു തിണ്ണ, അവിടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കയറിയിരുന്ന് ദിക്ർ ചൊല്ലുന്നതും ദുആ ചെയ്യുന്നതും ഒക്കെ കാണാൻ കഴിയാറുണ്ട്. ആ തിണ്ണ ആരുടെ ഓർമ്മയിലാണ്? അസ്ഹാബു അഹ്ലി സുഫയുടെ ഓർമ്മയിലാണ്. ആരാണവർ? വീട് വിട്ട് നാടൊഴിവാക്കി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് രാജാതിരാജനായ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് അവിടുത്തെ വായിൽ നിന്ന് വരുന്ന അറിവിന്റെ മൊഴിമുത്തുകൾ കരഗതമാക്കാൻ വേണ്ടി വിശപ്പും ദാഹവും സഹിച്ച ബഹുമാനപ്പെട്ട അസ്ഹാബു അഹ്ലി സുഫ. നമ്മൾ വഅദ് കേൾക്കാൻ വന്നവരാണ്. എന്തെങ്കിലും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ വേണ്ടി വന്നവരാണ്. പക്ഷേ നമുക്ക് വരാൻ വാഹനങ്ങൾ, എല്ലാ സൗകര്യങ്ങളും, ഇരിക്കാൻ എല്ലാ സൗകര്യങ്ങളും, അതൊന്നുമില്ലാതിരുന്നയാളാണ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നാലെ എപ്പോഴും നടക്കും. റമളാൻ അല്ലാത്ത കാലത്ത് പോലും, നോമ്പിന്റെ കാലമല്ലാത്ത സമയത്ത് പോലും വിശപ്പിന്റെ കഠിനമായ അവസ്ഥ കാരണം അദ്ദേഹം പറയുകയാണ്, പലപ്പോഴും മദീന പള്ളിയിൽ ഞാൻ ബോധരഹിതനായി വീണുകിടക്കാറുണ്ടായിരുന്നു. ആളുകൾ പറയും അബൂ ഹുറൈറക്ക് അപസ്മാരമാണ്, അബൂ ഹുറൈറക്ക് അപസ്മാരമാണ്. അദ്ദേഹം പറയുന്നു, എനിക്കൊരപസ്മാരവുമല്ല, ഇൻഹിയ ഇല്ലൽ ജൂ, ഒന്നും നിവർന്നു നിൽക്കാൻ കഴിയാത്ത കഠിനമായ വിശപ്പല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല എന്ന് പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ. വല്ലാത്തൊരു ചോദ്യമാണത്, ഈമാൻ കൊണ്ടുള്ള ചോദ്യം. അല്ലാഹുവിന്റെ റസൂലേ,
ആരാണ് അങ്ങയുടെ അടുക്കൽ അന്ത്യദിനത്തിൽ അങ്ങയുടെ ശഫാഅത്ത് കൊണ്ട് വിജയിയാകുന്നത്? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ഉഷാറായിട്ട് ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ചോദ്യം ചോദിക്കുകയാണ്. അന്ത്യദിനത്തിൽ എല്ലാവരും നിരാശരാകുമ്പോ, എല്ലാവരും ഹതാശരാകുമ്പോ ആർക്കാണ് നബിയെ അങ്ങയുടെ അടുക്കലേക്ക് കൈപിടിക്കുന്നത്? ആരെയാണ്? യാ റസൂലല്ലാഹ് അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഅഹ്ലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി. നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. ഞാൻ അബൂ ഹുറൈറയെ പറ്റി അത്രയും ആമുഖം പറയാനുള്ള കാരണം നബിയുടെ ഈ മറുപടിയാണ്. അവിടുന്ന് തിരിച്ചു പറഞ്ഞു, അബൂ ഹുറൈറ ലഖദ് ളനന്തു യാ അബാ ഹുറൈറ അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസ് അഹദുൻ അവ്വല മിൻക. അബൂ ഹുറൈറ, താങ്കൾക്ക് മുമ്പ് ഇതാരും ചോദിക്കാതിരുന്നത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട്? ഇതൊക്കെ പഠിക്കാൻ വലിയ താല്പര്യമുള്ള ആളാണല്ലോ നിങ്ങൾ. മിൻ ഹിർസിക അലൽ ഹദീസ്, ഇത് പഠിക്കാൻ വലിയ താല്പര്യമുള്ള ആളാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് ശഫാഅത്ത് ആർക്കാണ് കിട്ടുക എന്ന് നിങ്ങൾ ചോദിച്ചത് വളരെ നന്നായി. അതിന്റെ മറുപടി കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നും എത്ര നിസ്സാരമായ ഒരു സംഗതിയാണത് എന്ന്. റസൂലുള്ളാഹി പറയുകയാണ്, അബൂ ഹുറൈറ അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ എന്റെ ശഫാഅത്ത് ലഭ്യമാകുന്നയാൾ ആരാണെന്നറിയാമോ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു മാത്രമേ ഉള്ളൂ. അതാണ് ഖാലിസൻ മിൻ ഖൽബി, അല്ലാഹു മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അവരാണ് എന്റെ ശഫാഅത്ത് കൊണ്ട് വിജയിക്കുന്നവരെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ കരുതുന്നുണ്ടോ ഈ പറയുന്നയാളും നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ആളുകളാണെന്ന്? അവകാശമില്ല. കാരണം നമുക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹേക്കാൾ പ്രധാനം മറ്റു പലതുമാകും. ഇത് മനസ്സിലുണ്ടായാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായാൽ പിന്നെ നമ്മൾ ഒന്നിന്റെയും അടിമയല്ല, പിന്നെ നമ്മൾ താല്പര്യങ്ങളുടെ അടിമയല്ല, പിന്നെ നമ്മൾ ഇച്ഛകളുടെ അടിമയല്ല, പിന്നെ നമ്മൾ ഇഷ്ടങ്ങളുടെ അടിമയല്ല, പിന്നെ നമ്മൾ ഭൗതികമായ ഒരു താല്പര്യത്തിന്റെയും അടിമയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ അതിന്റെ അടിമ മാത്രമാണ്. നമ്മൾ അതിന്റെ അടിമ മാത്രമാണ്. ആ അടിമത്വത്തിന്റെ ഉന്നതിയിലെത്തിയ ആളാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നബിയെ കുറിച്ച് പറഞ്ഞ പ്രയോഗങ്ങളിൽ ഏറ്റവും ഉന്നതമായ പ്രയോഗം അബ്ദ് എന്ന പ്രയോഗമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മലയാളത്തിൽ നമ്മൾ കേട്ടാ പറയും അടിമ. അതൊരു നല്ല പ്രയോഗമാണോ എന്ന്. ഒരാൾ വേറൊരാളുടെ അടിമ എന്ന് പറയുന്നത്. പക്ഷെ അല്ലാഹു തആല നബിയെ കുറിച്ച് പറഞ്ഞതിൽ ഏറ്റവും നല്ല പ്രയോഗം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രാഇന്റെ സംഭവം പറയും ബിഅബ്ദിഹി. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഖുർആൻ ഇറക്കിയത് അലാ അബ്ദിഹി. റഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. കണ്ടില്ലേ എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യം ഹൃദയത്തിന്റെ ഉള്ളിൽ ഏറ്റവും നന്നായി ഈ ലോകത്തെ പ്രപഞ്ചങ്ങളെക്കാൾ, ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെക്കാൾ, സൂര്യനേക്കാൾ, ചന്ദ്രനേക്കാൾ, ആകാശ ലോകങ്ങളെക്കാൾ, ലോകത്തുള്ള കോടാന കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെക്കാൾ ഏറ്റവും നന്നായി ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടന്നത് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ഉറക്കെ ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഒരു തവണ പറഞ്ഞാൽ മതി മനസ്സറിഞ്ഞിട്ട്.
ഒരൊറ്റ തവണ പറഞ്ഞാൽ മതി, അല്ലേ? ഒരൊറ്റ തവണ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുകയാണ്. റസൂലുള്ളാഹിയും സ്വഹാബികളും യുദ്ധത്തിന്റെ ഭൂമികയിലാണ്. ഒരാൾ നേരെ വരുന്നു നബിയുടെ അടുക്കലേക്ക്. ആ മനുഷ്യൻ നബിയുടെ അടുക്കൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങ് മുസ്ലിം ആവുകയും ചെയ്യുന്നു. മുസ്ലിമായി നേരെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി, ഷഹീദായി മരിച്ചു വീണു. അതിനെക്കുറിച്ച് റസൂലുള്ള പറയുന്നത് എന്താ? മാത വലം യർകഅ ലില്ലാഹി റക്അ. രക്ഷപ്പെട്ടില്ലേ ഇയാള്? ഒരു റക്അത്ത് പോലും എന്നല്ല, ഒരു റുകൂഅ് പോലും അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകാൻ ഈ മനുഷ്യൻ അവസരമുണ്ടായില്ലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഒരു തവണ മനസ്സറിഞ്ഞു പറഞ്ഞാൽ മതി. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ ഇങ്ങനെ സ്വർഗത്തിന്റെ അമൽ ചെയ്യും. സ്വർഗത്തിന്റെ അമൽ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ നിസ്കരിച്ച് നോമ്പ് നോറ്റ് വാളിന് വന്ന് നിങ്ങൾ സ്വതക്ക ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യും. പക്ഷേ ഒരു വാക്കുകൊണ്ട്, ഒരു ചിന്ത കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു പെരുമാറ്റം കൊണ്ട്, ഒരു സംസാരം കൊണ്ട് നിങ്ങൾ നരകാവകാശിയായിട്ട് മാറും. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഒരൊറ്റ വാക്യം പറഞ്ഞാൽ മതിയാവും, അതോടുകൂടെ നിങ്ങൾ നരകാവകാശിയായി മാറും. നേരെ തിരിച്ചൊരു വിഭാഗവുമുണ്ട്. വ ഇന്ന അഹദകും ലയഅമലു അഹ്ലന്നാർ അമല അഹ്ലിന്നാർ. നരകാവകാശികളുടെ പ്രവർത്തനം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, തെറ്റുകൾ തന്നെ, കുറ്റങ്ങൾ തന്നെ. പക്ഷേ അവനും നരകത്തിന്റെയും ഇടയിൽ ഒരൽപ്പമേ വഴിദൂരം ബാക്കിയുള്ളൂ. ആ വഴിദൂരത്തിന്റെ മുമ്പേ അവൻ ഒരു പ്രവർത്തനം ചെയ്തു, ഒരു വാക്ക് പറഞ്ഞു, അതല്ലെങ്കിൽ ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായി. അവൻ സ്വർഗാവകാശിയാകുന്നു, അവൻ സ്വർഗത്തിലേക്ക് എത്തുന്നു. ആ വാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് അഫ്ളലുൽ ദിക്ർ. അഫ്ളലുൽ ദിക്ർ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും. നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. ഈമാൻ നിങ്ങൾ ഇങ്ങനെ റീഫ്രഷ് നടത്തണം ഇടയ്ക്കിടയ്ക്ക്.